ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തലവേദന വന്നു എന്ന് പറഞ്ഞില്ല. ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം. ഇന്നലെ രാത്രി തലവേദന ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എഴുന്നേൽക്കാനൊക്കെ വൈകി കേട്ടോ. ഇനി റെഡി ആയിട്ടുണ്ട്. ഉണ്ണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ നമുക്ക് താഴെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫയും ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് മുൻപ് പോകണം. എനിക്കാണെന്ന് വെച്ചാൽ തലവേദന വന്നുകൊണ്ട് മാറിയാലും എഴുന്നേക്കാൻ പറ്റും. നമ്മൾ താഴെ ഇറങ്ങി പോയില്ല. പിന്നെ അതുപോലെ ഞാൻ ഒത്തിരി നമ്മൾ കഴിക്കാനും പറ്റില്ല. രാവിലെയൊക്കെ ഞാൻ അങ്ങനെ വല്ലാതെ കഴിക്കൂല. ഉണ്ണിയാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് വെള്ളയപ്പാണ് ഓർഡർ ചെയ്തത് കേട്ടോ. എന്നിട്ട് മാഡത്തിന് ആകെ സങ്കടം, അയ്യോ ബോഫയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, നിങ്ങളെന്താ താഴെ പോയി കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാരമില്ല എന്ന് പറഞ്ഞു. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 10 മണിക്കൂറായി. വരുന്നില്ല അങ്ങോട്ട്. ഉണ്ണീനെയും കൂട്ടിയിട്ട് വേഗം പോകണം കേട്ടോ. പൊന്നുവെച്ചാൽ വാടി, അമ്മ മിഠായി വാങ്ങി തരടി. അതെന്താ സ്നീക്കേഴ്സ് വാങ്ങി തരാ? ഓ, ബില്യണറാണല്ലേ? ആയിക്കോട്ടെ. ഞാൻ എപ്പോഴും ഒന്നും വേണം ചോദിക്കില്ലല്ലോ. അപ്പൊ ഞാൻ വാങ്ങിച്ചോളാ പറഞ്ഞതോ? ശരി, എന്തേലും ചെയ്തിട്ട് ഇങ്ങോട്ട് വായോ. അപ്പൊ രാജകുമാരി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഫുഡ് കഴിക്കട്ടെ. എത്ര നേരം വിളിച്ചിട്ട് കണ്ടോ എത്തിയിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അവളുടെ. അപ്പൊ ഇന്നത് കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 2 എനിക്ക് വേണ്ട. 4 പറഞ്ഞോ? 2 പറഞ്ഞാൽ 4 വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആകെ 1-1.5 കഴിക്കുള്ളൂ. എന്തത്? ദോശ. ഓക്കെ. കണ്ണാടി കൂടെ അങ്ങോട്ട് മുക്കി ഒഴിക്കില്ലേ? ഒത്തിരി മാറ്റി വെച്ചുകൂടെ? കള്ളി. വെള്ളം കഴിഞ്ഞു കേട്ടോ. അവിടെ വേറെ കുറെ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. വേഗം കഴിച്ചു. ഓർഡർ ചെയ്യില്ലായിരുന്നു. അതെ. പിന്നെ ഇവിടെ ഫുഡ് ക്വാണ്ടിറ്റി കുറച്ച് തരുന്നില്ല കേട്ടോ. വലിയ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് 2 വെള്ളയപ്പം പറഞ്ഞപ്പോ ഒരു 4 എണ്ണ വെച്ചേക്കുന്നത്. ഇത് 2 എണ്ണ വേണ്ടുള്ളൂ. കള്ളപ്പം. ശരി, എന്തായാലും അപ്പൊ റെഡി ആയി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. സ്റ്റൂള് മുള്ള കയറി നിൽക്കണം കേട്ടോ. അതാണ് ഞാൻ ചെറുപ്പട്ട ഏകദേശമൊക്കെ വരും. എന്നെ കൊള്ളത്തിയായിട്ട് എടുക്കാൻ ആരും വിചാരിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. അത്ര തന്നെ. സമ്മതിച്ച് എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാം. ഡ്രസ്സ് ഞാൻ കാണിച്ചില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട യൂണിഫോമിൻ്റെ ഓവർകോട്ട് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇട്ട് വന്ന് വേറെ ഇത് മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അതെ, അത് ശരിയാ. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്. നല്ല രസമുണ്ട്. ഓക്കെ, ഓ എന്ത് ക്വിക്കായിട്ട്. 2:15 പോയിട്ട് 4:25 ട്രെയിന്, 4:25 ട്രെയിന് 4:26 വന്നു. എന്നിട്ട് പിന്നെ ആ ട്രെയിന് 10 മിനിറ്റ് വൈകിയത് കൊണ്ട് അള്ളി പിടിച്ച് മന്തി പിടിച്ച് പോയിട്ട് കിട്ടി. മമ്മി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാം മമ്മി ഉള്ളതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല കേട്ടോ. കാരണം എല്ലാം മമ്മി എടുത്തുന്നുണ്ട്. ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുമായിരുന്നു. നീ നീറ്റ് പോയ പോലെ ഞാൻ നീറ്റ് പോവായിരുന്നു. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നീറ്റ് പോവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താ പറയുന്ന വെച്ചാ, നമ്മളുടെ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് കുട്ടിയാവും അല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ ഞാൻ ഒരു ദൂരാണ് ഞാൻ എണീറ്റ് പോകും. ഞാൻ ഇത്ര വലിയ ആളാണെന്നൊന്നും ഞാൻ അവിടെ വിചാരിക്കില്ല. അതിനർത്ഥം എൻ്റെ അമ്മ അത് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ അമ്മ അത് ചെയ്തു തരുന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഉണ്ണിപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അവളുടെ അമ്മ ഇവിടെ ഉണ്ട്, അവൾക്ക് ആ വിശ്വാസം എണീറ്റ് പോകും. അതേസമയം വേറൊരാളാണെന്ന് വെച്ചാൽ അവൾ എണീറ്റ് പോകും ഇല്ല. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ഇതൊക്കെ എടുത്തു വയ്ക്കും ചെയ്യട്ടെ. ഞാൻ എന്നിട്ട് പറയും, എൻ്റെ അമ്മ ഉണ്ടെച്ച് ഞാൻ ഇതേപോലെ ഞാനും എണീറ്റ് പോയിട്ടില്ല. എനിക്ക് എടുത്തു വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ പറയാ ഒരു അമ്മ, ഞാൻ അടുത്തോട്ട് വരുമ്പോ അമ്മമ്മയും അമ്മച്ചിനെയും കൊണ്ടുപോകും. എനിക്കാണെച്ചാൽ റെഡി ആയിട്ട് ഇരിക്കാനേ ഇഷ്ടമല്ല. കുറച്ച് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. പോസ്റ്റ് സുട്ടപ്പനും ഉണ്ട് ഇവിടെ. സുട്ടപ്പൻ നമ്മുടെ അവനാണല്ലേ. അപ്പൊ സുട്ടുമണി നടാം. മള്ളി കെട്ടിയിട്ട് കൊണ്ടുകൊണ്ട് ഒരു അംഗം ചെറുതൊന്നുമല്ല. നടക്കങ്ങോട്ട്. ഇനി ഓരോടത്തേക്ക് എല്ലാം എടുത്തു വാ. ഓരോടത്തേക്ക് ഇനി കൊണ്ടുവരില്ല. നടക്കങ്ങോട്ട്. അതെ, നടക്കങ്ങോട്ട്. നീ എവിടേക്ക് അങ്ങോട്ട്? അതാ ചന്തോണ്ട് നടക്ക്. മമ്മീനെ പെട്ടി ചുമക്കാരെ കൊടുത്തു. മമ്മി ആഫ്റ്റർ യു പ്രിൻസസ്. അതെ,
ഇതിന്റെ ഫ്ലാഷ് ഇട്ടെ. എന്താണ് അപ്പുറത്തെ റൂമിൽ ആൾക്കാരുണ്ടാ പിടിച്ച് തല്ലുവര്. ആ റൂമിന്റെ പുറത്തേക്കൊന്നും കേക്കില്ല വെച്ചിട്ടേ അവിടെ ആറാട്ടായിരുന്നു ഇന്നലെ. ഇവിടെ വന്നപ്പോഴാണ് എല്ലാം കേൾക്കണ്ട കേട്ടോ. എല്ലാം എടുത്തു എന്നാണ് വിശ്വാസം. ഇതിന് തല്ലി മെരുക്കിയിട്ട് എത്തിയിട്ടുണ്ട്. ആട്ടം കണ്ടോ ഉണ്ണി? ഉണ്ണി ഉണ്ണി അവനെന്താ കിടക്കാൻ വയ്യേ? ഉണ്ണി കിടക്കണ പോലെ അല്ലേ കിടക്കണത്. നല്ല മഴ കേട്ടോ പുറത്ത്. കുട്ടി എന്താ പറയുക, കുട്ടി കുടയൊക്കെ പിടിച്ചിട്ട് മഴ വരുത്തിട്ട് കുടയൊക്കെ എടുത്തിട്ടാട്ടോ വന്നേക്കുന്നത്. അത് മമ്മിയിലെടുക്കാൻ പറഞ്ഞത്. അതെ നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ എടുക്കണം എന്നല്ലേ വിജയം പറഞ്ഞു. ഇതാണ് ആളുടെ ഒരു ലഗേജ് എന്ന് പറയണത്. ആകെ ഒരു ബാഗ് എടുത്തിട്ടുള്ളൂ. അത് അവൾക്ക് പിടിക്കാൻ വയ്യേ. എന്തിനാ പ്രസോദിച്ച് വളർത്തിയത്? എന്റെ കണക്ക് കൊട ഈ സൈഡിൽ വെക്കാവോ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? കൊട സൈഡിൽ വെക്കുമ്പോ രസം. പിന്നെ രസം നോക്കിയിട്ടൊക്കെ അല്ലേ വെക്കുന്നത് കൊട. പിന്നെ നമ്മള് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അതെ കുറേ കുട്ടികളൊക്കെ അവിടെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട്. കുറേ പുതിയ സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ അവരൊക്കെ. പിന്നെ നമ്മൾ കുറേ നാൾ അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. നമ്മൾ ഇല്ലുണ്ണി പഠിച്ച സ്ഥലത്തേക്ക് ഒന്ന് പോകുമ്പോൾ ഒരു ഇഷ്ടമുണ്ടല്ലേ. ഞാൻ പറയാറില്ലേ ഉണ്ണിപ്പോൾ പറയുന്നത് +2ലെയും ഡിഗ്രിയിലേക്കാളും 10th പിള്ളേർ എന്തൊക്കെ എത്രയായി മാരേജ് കഴിഞ്ഞോ അങ്ങനെയൊക്കെ അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് എനിക്കെപ്പോഴും. കാരണം 10th വരെ ഇരുന്നല്ലോ LSRലെ ഞാൻ ഒരുപാട് വർഷം. അപ്പോൾ കൂടുതൽ കമ്പനിയും അതേപോലെ എനിക്കറിയാൻ ആഗ്രഹം അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ളതാണ്. പിന്നെ +2ലും ഡിഗ്രിയിലൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫുൾ അപ്ഡേറ്റ് കിട്ടുന്ന അവൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം. പക്ഷെ 10th പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ ഇപ്പോൾ കണ്ട അറിയൂല, തിരിച്ചറിയൂല, അങ്ങനത്തെ ഒരു കണ്ട. അപ്പം എന്തായാലും നമുക്ക് പോവാം. അല്ല അപ്പൊ നമുക്ക് മാമിന് സർപ്രൈസ് കൊടുക്കാം. അല്ല റൂമിലേക്ക് പോകുമ്പോൾ ആരും അറിയില്ലല്ലേ. മുട്ടും തട്ടൊന്നും വേണ്ട, അങ്ങോട്ട് തുറന്നോ. നമ്മള് കാണരുത്. സർപ്രൈസ് വന്നതാ. സന്തോഷം. അതെ അല്ല ഹാഫ് ഇയർ അല്ല 2 മാസം കൂടി കഴിഞ്ഞാ നമ്മളൊരു തലവേദനയൊക്കെ വന്നതിന്റെ ചെറുതായിട്ട് തൊട്ടില്ലേ. പാവം വിളിച്ചോണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് ട്രെയിൻ കയറിയത് തൊട്ട് അങ്ങോട്ട് നമ്മൾക്ക് ഹോട്ടലിലാക്കിയത് തൊട്ട് ഫുഡ് ഇഷ്ടമായോ അത് ഇഷ്ടമായോ ഇത് ഇഷ്ടമായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാലേ ആളിഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കുള്ളൂ എന്ന്. അപ്പം നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ആളെ മനസ്സിലായിട്ടുണ്ടായില്ല. ഉണ്ണി ഇവിടെയാണ് പഠിച്ചത്. കുറേ പേര് ഞാൻ വീഡിയോ ഇട്ടാലും ചോദിക്കും ഞാൻ എവിടെയാ പഠിച്ചത് ഞാൻ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഇതിലും കാണിക്കും. പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ അതിനും കൂടി വേണ്ടിട്ടാ വന്നത് കേട്ടോ. എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഇങ്ങനെ പഠിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഫസ്റ്റ് വർക്ക് ഒക്കെ ചെയ്തപ്പോ ഞാൻ ഒന്നുകൂടെ കോൺഫിഡന്റ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് വർക്ക്. ഇന്നലെ അല്ല 11th അല്ല 12th ഉണ്ണിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ അടുത്ത ദിവസം. അതെ ജൂലൈ 12th എന്റെ ഫസ്റ്റ് വർക്ക്. അപ്പൊ അതും കൂടെ കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയി. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ പഠിക്കണം, ഇത് വർക്ക് ചെയ്യണം എന്നൊക്കെ, സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നുള്ളത്. അതിന് ഞാൻ എന്റെ ലൈഫിൽ എടുത്ത ഒരു ബെസ്റ്റ് ഡിസിഷൻ തന്നെ ആയിരുന്നു ഇവിടെ വന്ന് പഠിക്കുക എന്നുള്ളത്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇവിടേക്ക് വരുമ്പോ ഒക്കെ മമ്മി
മമ്മിയായിരുന്നു നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയാണോ സെറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് മമ്മിയായിരുന്നു എന്നെ ഇവിടെ നെറ്റിലല്ല, ഞാൻ ഒരു വട്ടം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ മാമിന്റെ കണ്ടു. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതൊന്നും അത്ര പെട്ടെന്ന് ക്ലിക്ക് ആയില്ല. പക്ഷെ മാമിനെ കണ്ടപ്പോൾ ഭയങ്കര സുന്ദരി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുക്കാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു സത്യം ഞാൻ അങ്ങനെ തന്നെ മെസ്സേജ് അയച്ചിരുന്നില്ല. അപ്പൊ ഇല്ലാത്ത പറയുന്നത് ഞാൻ നോക്കിയിരുന്നു. ഞാൻ എന്താ മമ്മി എന്താ വെച്ചാൽ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് ആള് മാത്രം ഒന്ന് കാണിച്ചു തന്നെ പറഞ്ഞു. അപ്പൊ മാമിനെ എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അല്ല സത്യം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോ നമുക്ക് ഇപ്പൊ ഞാനിവിടെ വന്ന് പഠിച്ചു, ഇത് കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓക്കെ ഇതൊരു ജെന്യൂൻ ആണ്, നന്നായി പഠിപ്പിക്കുന്നൊക്കെ. പക്ഷെ നമുക്ക് വേറെ എവിടെയും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം. അപ്പൊ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് എങ്ങനെയാവുന്നുള്ളത്. പക്ഷെ മാമിനെയും പിന്നെ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഗുഡ്, അടിപൊളി ആണല്ലോ എന്ന് തോന്നി. പിന്നെ നമ്മള് മറ്റേ പപ്പട ആ സമയത്താണ് വന്ന് പഠിച്ചത്. പക്ഷെ അതിന് മുൻപേ ഞാൻ ഇവരുടെ അടുത്ത് ക്ലാസ്സിന് വരണച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും ഇതൊന്ന് പഠിക്കണം വെച്ചിട്ട്. പക്ഷെ പപ്പട ആ ഒരു സമയം കൂടി ആയപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി എക്സ്ട്രാ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ണിയോട് പറയുകയും ചെയ്തു. ഉണ്ണി അതുപോലെ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പെട്ടെന്ന് വരാൻ പറ്റിയത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഒരുപാട് നന്നായി ഇത് അപ്പം പഠിച്ചതെന്ന് അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനിയിപ്പോ ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ മാം? ഞാൻ പഠിച്ച കോഴ്സ് മാത്രമല്ല കേട്ടോ, വേറെയും കുറെ കോഴ്സ് ഉണ്ട്. നമുക്ക് അതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് നോക്കിക്കാണാം. ആദ്യം ഞാൻ എന്റെ പഠിച്ച ക്ലാസ്സിലോട്ടൊന്ന് പോട്ടെ, പിന്നെ എന്നെ പഠിപ്പിച്ച ആൽബി മാം എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരാം. പിന്നെ അതിന് മുൻപ് ഒരു കാര്യമുണ്ട്, ഗീവ് അവേ കൊടുക്കില്ലേ നമ്മള്? ഇത് മാത്രല്ല കേട്ടോ, നമ്മളൊരു സ്പെഷ്യൽ ഗീവ് അവേയും കൂടെ കൊടുക്കുന്നുണ്ട്. അതും നല്ലൊരു അടിപൊളി ഗീവ് അവേ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മാം പറഞ്ഞുതരും. പിന്നെ അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ, വെറുതെ ഒരു ഗീവ് അവേ കൊടുക്കല്ലേ ഞങ്ങൾ, അതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ ഗീവ് അവേ എന്നുള്ളത് ചില്ലറ ഗീവ് അവേ അല്ലത്. ഇത് അടിപൊളി അതെ അതെ, ഇത് കിട്ടി കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആള് ഭയങ്കര ലക്കി ആയിരിക്കും. കാരണം നല്ലൊരു കോഴ്സ് അല്ലേ. ഗീവ് അവയുടെ ഡീറ്റെയിൽസ് ഓക്കെ. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഫസ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് എന്റെ മോള് വന്നേക്കുവാണ്. അത്രയും സൂപ്പർബായിട്ട് ചെയ്ത് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു സന്തോഷത്തിലാണ് വന്നേക്കുന്നത്. സോ നമുക്കറിയാം ഇവിടെ വന്ന് 15 ദിവസം കൊണ്ട് പഠിച്ച് നമ്മളുടെ ഓരോ സ്റ്റുഡൻസും പോയി വർക്ക് ചെയ്തിട്ട് നമ്മളെ കാണാൻ വരുന്നുണ്ട്. സോ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഒരു സന്തോഷവും ഇല്ല. അത്രയും നമുക്ക് സന്തോഷമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് അതാണ് എൻ്റെ ഏറ്റവും പ്രയോറിറ്റി എന്നുള്ളത്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗിവ് അവേനെ കുറിച്ചിട്ടാണ്. നമുക്ക് വരുന്നത് 15 ഡേയ്സിൻ്റെ മേക്കപ്പ് കോഴ്സും 1 മന്ത് കൊണ്ടാണ് നമ്മളിവിടെ കോസ്മെറ്റോളജി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നമുക്ക് കോഴ്സ് ഫീ നോക്കുവാണെങ്കിൽ കോസ്മെറ്റോളജി 1 മന്ത് നമ്മൾ 60,000 റുപ്പീസാണ്. അതേ 60,000 രൂപയുടെ കോഴ്സും അതുപോലെ തന്നെ 15 ഡേയ്സ് നമ്മുടെ മേക്കപ്പ് കോഴ്സ് 40,000 വരുന്നത്. അങ്ങനെ നമുക്ക് 1 ലാഖിൻ്റെ ഈ ഒരു കോഴ്സാണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നമ്മളുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഓരോ ആൾക്കാർക്കും ഓരോ മേഖലയിലായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ഗീവ് അവേ. അപ്പൊ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ, 15 ദിവസം ക്ലാസ് പഠിച്ചിട്ട് ഒരു മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. എനിക്ക് കൂടുതൽ ഒന്നും എവിടെയും പ്രാക്ടീസിനോ കാര്യങ്ങൾക്കോ പോയിട്ടില്ല. ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് അവള് നേരെ ആ വർക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ ആ ഒരു മേക്കപ്പിന്റെ ആ ഒരു ഇത് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞത്. പക്ഷെ ഇത്രയും ഒരു ഗ്യാപ്പിലും കൂടെ എനിക്ക് അത് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 15 ദിവസമോ 20 ദിവസമോ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനെ കുറച്ച് കഷ്ടപ്പെടണം. അല്ലാതെ വെറുതെ നമ്മൾ പറ്റില്ല. ഏതൊരു കാര്യത്തിന് അതിൻ്റെതായുള്ള റിസ്ക് എടുത്ത് നമ്മൾ പഠിക്കണം. സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ നമ്മുടെ മാമും ആൽബി മാമും. നമുക്ക് ആ ഒരു കാര്യത്തിൽ നമ്മൾ 200% ഞാൻ ആഡിൽ എപ്പോഴും പറയാറുണ്ട്. നിപ്സ് ബൈ ഷാന മേക്കപ്പ് അക്കാഡമി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ആ ഒരു ഫ്യൂച്ചർ, ഒരു കരിയർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ ഒരു സ്റ്റുഡൻറ്റ് പോലും ഇന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാം വളരെ സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പൊ വർക്കൊക്കെ ചെയ്ത് നമ്മളെ കാണാൻ വന്നേക്കുന്നത് ഇതിനേക്കാളും വലിയ സന്തോഷം. വർക്ക് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒന്നുകൂടി കോൺഫിഡന്റ് കൂടി. അവളിപ്പോ എന്താ പറയുന്ന ഉണ്ണി, മമ്മി ഞാൻ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. കാരണം പേയ്മെന്റ് വർക്ക് കഴിഞ്ഞുകൊണ്ട് പേയ്മെന്റ് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം വേറെയാണ് നമ്മള്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ സൈഡായിട്ടെങ്കിലും ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാട്ടോ.
കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന ബ്രൈഡൽ സീസൺ ആണല്ലോ. ഇപ്പോൾ ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓണമാണ്, കംപ്ലീറ്റ് ഷൂട്ടിന്റെ തിരക്കാണ്. ആരാണെങ്കിലും ഇപ്പൊ പെട്ടെന്ന് വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പോയി ഉടനെ തന്നെ വർക്ക് എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഒരു ഷൂട്ടിന്റെ വർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ എക്സ്പെൻസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ നമുക്ക് ഓണമാണ്, സീസൺ ടൈമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു ടൈമും കൂടിയാണ് ഇപ്പോൾ, പഠിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതിനിപ്പോ ഭാവിയിൽ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് ഞാൻ കോസ്മെറ്റോളജി കൂടി പഠിക്കാൻ വരുന്നുണ്ട്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഞാൻ പിന്നെ വേറെ ലെവലാവും ഗൈസ്. അപ്പൊ അതിന് ഞാൻ എന്തായാലും വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. പക്ഷെ ആ ഗീവ് അവേ കിട്ടുന്ന ആ ഭാഗ്യവതി ആരാണെന്ന് വെച്ചാലും വഴി നമുക്ക് കാണാം. പക്ഷെ കുറച്ച് റൂൾസ് ഉണ്ട്. അതെ, അത് നമ്മൾ വഴി പറയാം. നമ്മൾ അതിന് വേണ്ടിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞത് ഇതിൽ കാണുന്നവർക്ക് ആ ചാൻസ് നഷ്ടപ്പെടരുത്. നമ്മുടെ വ്യൂസ് നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഏതൊക്കെ നമ്മൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പൊ എല്ലാവരും യൂട്ടിലൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിട്ട് ഏതിലൊക്കെ വീഡിയോ ഇടാൻ പറ്റും അതിലൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പൊ ഉണ്ണി പഠിച്ച ക്ലാസ്സിലേക്ക് എനിക്ക് എപ്പോഴും ഇപ്പൊ +2 ആയാലും 10th ആയാലും എല്ലാവരും ഞാൻ പഠിച്ച സ്ഥലം നമ്മൾ കുറെ ഇരുന്ന സ്ഥലത്തേക്ക് പിന്നൊന്ന് വിസിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് ഞാൻ പഠിച്ച സമയത്തുള്ള പിള്ളേരില്ല, ഇതൊക്കെ ന്യൂ അഡ്മിഷൻ ആണ്. ഞാൻ പറഞ്ഞില്ല 15 ഡേയ്സിലാണ് നമ്മൾ കോഴ്സ് വരുന്നത്. അപ്പൊ ആ 15 ഡേയ്സിൽ കുട്ടികൾ മാറിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് ഇവിടെ ഫുൾ ഹെയർ സ്റ്റൈൽ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതായിരുന്നു എന്റെ ക്ലാസ്. ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ ഹെയർ സ്റ്റൈലൊക്കെ നല്ല അടിപൊളി ഹെയർ സ്റ്റൈൽസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ഓക്കെ, നടക്ക്. ഹായ്, എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? അടിപൊളി ഹെയർ സ്റ്റൈൽ ആണല്ലേ? എനിക്ക് എല്ലാം അറിയാം. കാരണം നമ്മൾ പഠിച്ചതായതുകൊണ്ട് എനിക്ക് ഇത്ര ദിവസം ഇതാണ്, ഇത്ര ദിവസം ഇതാണെന്നൊക്കെ അറിയാം. ആൽബി മാം എവിടെ? നമ്മൾ വന്നപ്പോ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. ഇപ്പൊ വന്നതിന് ശേഷം 3ാമത്തെ തൊട്ടാണ് ഒന്നും കൂടെ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അവര് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്തോണ്ടിരിക്കാനുണ്ട്. ഞാൻ ഇവിടെ പഠിക്കുമ്പോ ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുമ്പോ നമ്മള് നിന്നിട്ട് തന്നെയാണ്. ആൽബി മാം നമ്മളുടെ ഡമ്മി വെച്ചിട്ട് പറഞ്ഞ് കാണിച്ചു തരും, ഞങ്ങൾ അപ്പുറത്തിരുന്ന് ചെയ്യും. ഈ 3 എത്ര ദിവസം 6 ഡേയ്സ് ഞാൻ ഇരുന്നിട്ടില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇരുന്നിട്ടില്ല. അപ്പൊ മാം പറഞ്ഞു ശരി എന്നാ മേക്കപ്പിന് നമുക്ക് ഇരിക്കാൻ പറ്റും കുറച്ചെന്ന് പറഞ്ഞു. അതിനും ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോ അയ്യോ എപ്പോഴെങ്കിലും ഒന്ന് മേക്കപ്പ് ആയാൽ മതിയായിരുന്നു. പിന്നെ മേക്കപ്പ് ആയുമ്പോ മര്യാദക്ക് ഹെയർ സ്റ്റൈൽ ചെയ്താൽ മതിയായിരുന്നു. കുറച്ച് പാടുണ്ട്, പക്ഷെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ട്രെയിൻ ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇവരോട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് തന്നെ നമുക്ക് റിവ്യൂ ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് ഫ്രഷ് ആയിട്ട് റിവ്യൂസ് കേൾക്കാം. ഉണ്ണി ചെയ്ത് പഠിച്ചത് 6 ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നോക്കി നടക്കാം കേട്ടോ. കണ്ടുപിടിക്കാൻ നോക്കട്ടെ. എന്ത് 6? ഏത് 6 ആയിരുന്നു അത്ര ഉള്ള തല? എന്റെ 6 ആയിരുന്നു. മാറ്റി വെക്കോ അറിയില്ലല്ലോ. അല്ല, ഇവിടെ ആയിരുന്നു. ഇല്ല, 6 മാറ്റിയോ? അതെ, 8 ഉണ്ട്. ഞാൻ തലയാണ് ഉണ്ണിക്ക് അയച്ചെന്നെ. ഇവരെന്നെ പറ്റിച്ചു. 6 മാത്രമില്ല. 6 മാത്രല്ല, ബാക്കി എല്ലാം അതപ്പുറത്താണ് തോന്നുന്നു. അത് ശരിയാണ്. പാവട്ടോ, കുട്ടിക്ക് തല കാണാനില്ലേ? കുട്ടിക്ക് എത്ര വിഷമം നോക്ക്. എന്നാലും ഉണ്ണിയുടെ തന്നെ എങ്ങനെ കൊടുത്തു വിടാ? അതെങ്ങനെ? അത് ഭയങ്കര ലക്കിയായിരുന്നു. അതിനിരിക്കാൻ സമയമില്ലെന്ന്. എന്നാലും ആള് കണ്ടു. അത് ഓർമ്മ നോക്കിയേ, കറക്റ്റ് എന്റെ 6 അല്ല, അത് പഠിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ? വേറെ അല്ല, മിസ്സിന് ഓർമ്മയില്ലേ പഠിക്കുമ്പോ ക്ലാസ്സിലെങ്ങനെയായിരുന്നു ഓടി നടന്ന് ചെയ്യുന്നത്? വെറുതെ ഇരുന്ന് കൈയൊന്നും വഴങ്ങി വരുന്നായിരുന്നില്ല. ആ വഴക്കം വരുത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ ഓടി നടന്ന് ചെയ്യായിരുന്നു. വെറുതെ ഇരിക്കില്ല, ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ടോക്കോ കാര്യം ഒന്നും തന്നെ ഇല്ല. അതിൽ മാത്രമായിരുന്നു കൂട്ടത്തില് ചെറുത് ഞാനായിരുന്നു. ഞാൻ സംസാരിക്കാം. അല്ല, കൂട്ടത്തില് ചെറുത് വലുതൊന്നുമല്ല. വർത്താനം പറയുമ്പോ നമുക്ക് ആരോട് വേണേലും പറയാം. വർത്താനം പറയുന്ന പിള്ളേരാണ് വെച്ചാ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അതെ മാത്രമേ ഉള്ളൂ. അതെ.
ഇന്ന് ഹെയർ പഠിച്ചതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അല്ലേ? ഇപ്പോൾ എക്സാം ഡേ പോലെയാണ്. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡമ്മിയിൽ തന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്നായിരുന്നു. പക്ഷെ ഇന്ന് ഓൺ ഹെയറിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ എന്തായാലും ഇതാണ് ഇന്ന് ചെയ്തത്. അതും വെറും 5 ദിവസം പഠിച്ചിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരാണോ ചെയ്തേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ ഒരു ഹെയർ ദിവസം ചെയ്യണത്. കാരണം എനിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഹെയർ അങ്ങ് വരണ്ടേ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. 6 days 5 days ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ചെറിയ കാര്യമില്ല. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. ആരാ പഠിക്കാൻ വന്നതാണോ? സോറി, പഠിപ്പിക്കില്ല. ബൈ. ആൽബി മാം, സുഖമായിട്ടിരിക്കുന്നോ? എന്നെ മിസ് ചെയ്തോ? മിസ് ചെയ്യില്ല അല്ലേ? നിങ്ങൾക്ക് എന്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നു, പക്ഷെ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ആണ് എനിക്ക് കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 15 days എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ക്ലാസിന്റെ സ്ട്രക്ചർ ഒക്കെ വരുന്നത്? ഒരു ബാച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 3 days നമ്മുടെ സാരിയുടെ ക്ലാസ് കഴിഞ്ഞു അല്ലേ? നമുക്കൊരു 8 സ്റ്റൈല് നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹെയർ സ്റ്റൈലിന്റെ ക്ലാസ് ആണ്. ഹെയർ സ്റ്റൈലിന്റെ ലാസ്റ്റത്തെ ക്ലാസ് ആണ്. അത് രണ്ടുപേരും ഓൺ ഹെയർ ചെയ്തു. ഇപ്പൊ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് അവര് വീണ്ടും അടുത്ത പെയർ ഇരിക്കും. എനിക്കറിയാലോ, നിങ്ങൾ ഇരിക്കേണ്ട ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടത്തില്ല ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോ. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നിന്നുള്ള വർക്ക് അത് ഉറപ്പാണ്. 4 മണിക്കൂർ നമുക്ക് പിന്നെ ബോറടിക്കത്തില്ല. അതാണ് മാം ഇങ്ങനെ നടന്ന് എല്ലാവരുടെ അടുത്ത് ഇതാക്കിയ ബോറടിക്കത്തില്ല. പിന്നെ ഇങ്ങനെ ചിരിക്കുകയും ചെയ്യും. ഓക്കെ, എന്റെ പിള്ളേരെല്ലാം നന്നായിട്ട് ചെയ്തെന്നാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ബാക്കി അവര് പറയും സൗമ്യ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഹെയറിന്റെ ക്ലാസ്? ഹെയറിന്റെ ക്ലാസ് ഒക്കെ സൂപ്പറാണ്. കാര്യം നമ്മൾ ഈ വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളതേ ഉള്ളു. ഇപ്പൊ ഇത്രയും നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം മിസ് അത് എത്ര തവണ ചോദിച്ചാലും പറഞ്ഞു തരും കേട്ടോ. കുറെ ടൈം ചോദിച്ചാൽ കിട്ടുന്നില്ല. കാര്യം എനിക്ക് വേണ്ടത്. എത്ര സ്റ്റൈൽ പഠിച്ചു? 15 വാവ്, അതും എത്ര ദിവസം കൊണ്ട്? 5 ദിവസം കൊണ്ട് 15 സ്റ്റൈൽ. നമ്മൾക്ക് എല്ലാ ബ്രൈഡ്സിനുള്ള ഹെയർ സ്റ്റൈൽസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്രിസ്ത്യൻ ബ്രൈഡിനുള്ളത്, മുസ്ലിം ബ്രൈഡിനുള്ളത്, അതേപോലെ ഹിന്ദു ബ്രൈഡ്. അതും ഒരു ഹെയർ സ്റ്റൈൽ അല്ല കേട്ടോ, എല്ലാത്തിലും 3-4 വെച്ചിട്ട് പഠിപ്പിച്ചു. നമ്മൾ ഡിഫറെന്റ് രീതിയിൽ ചെയ്യുന്ന രീതി കാണിക്കും. ഇവരോട് തന്നെ ഞാൻ പറയാറുണ്ട്, ഈ 15 days നിങ്ങൾ മുടക്കുന്ന പൈസക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ്. 50 നമ്മളിടും, 50 അവരും കൂടി ഇട്ടാലാണ് 100% നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ അത്ര എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പറയും, വീട്ടിൽ ചെന്ന് ഓർമ്മ ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് നിങ്ങൾ എഴുതി വെച്ചോണ്ട് പോവാ. അത്രയും ഡൗട്ടുകൾ നമ്മൾ കംപ്ലീറ്റ് ഇവിടുന്ന് കവറപ്പ് ചെയ്തിട്ടാണ് ഇവരെ. അത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ മാമിന് എപ്പോഴൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മാം ഇതെന്താ ചെയ്യേണ്ടത് ഇതെന്താ. അപ്പോൾ അപ്പോഴൊക്കെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആണെങ്കിലും അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ 6-7 മാസങ്ങൾക്ക് മുന്നേ പഠിച്ചിറങ്ങിയതാണ് ഞാൻ. ഇന്നാളും കൂടി ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് മാം എനിക്ക് പറഞ്ഞു തന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഇനി ഇവരുടെ മേക്കപ്പിന്റെ ക്ലാസ്സിന് വേണ്ടി അവര് വെയിറ്റിംഗ് ആണ്. മേക്കപ്പിൽ ഞങ്ങൾ പൊളിക്കും, ഇതിലും പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. മേക്കപ്പ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ചെയ്ത് നമുക്ക് ഇരിക്കാൻ തോന്നത്തില്ല, നമുക്ക് ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കാൻ തോന്നും. പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ പഠിക്കാനും പെണ്ണുങ്ങൾക്ക് അറിയാലോ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. ശരിക്കും ഇവരുടെ ഒരു റിസൾട്ട് ആണ് എക്സാം ഡേ വരണം. അതെ, അപ്പോഴാണ് ശരിക്കും ഇവരുടെ ഒരു ടോട്ടൽ ഒരു റിസൾട്ട്. ഈ 15 ദിവസം കൊണ്ട് ഇവർ എന്താണ് പഠിച്ച്. ഇത് നമ്മൾ പാട്ടായിട്ടല്ലേ പോണേ സാരി ഹെയർ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇവര് കാണുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് കിട്ടുന്ന എക്സാം ഡേയ്സ് ആണ്. അല്ല, മാമിന്റെ നിപ്സ് ബൈ ഷഹാന എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കി അറിയാം. എല്ലാവരും വർക്കുണ്ട്, എന്റെ വർക്കുണ്ട് എൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ ഉണ്ടോ? ഞങ്ങൾ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് പോവാണ്. എനിക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെ. ഉണ്ണിക്കും അതെ ഈ ക്ലാസ് ഇഷ്ടം. വന്നിട്ടുണ്ടോ? 6 വന്നിട്ടുണ്ട്. ഏതാന്ന് കണ്ടുപിടിക്കാമോ? ഇത്രയും ഡമ്മിയുണ്ട് എന്റെ കൊച്ചു തിരികെ എത്തി ഗൈസ്. എന്റെ കൊച്ചിനെ കണ്ടപ്പോ എനിക്ക് സന്തോഷായി. ഈ തലയിലാണ് ഞാൻ എല്ലാ അടവുകളും ചെയ്തത്. അയ്യോ, അത് കണ്ടപ്പോൾ ഒരു സന്തോഷം.
ഞാൻ രാവിലെ വരും, രാവിലെ വന്നിട്ട് ടീച്ചർ എല്ലാരും ഡമ്മി എടുത്തോളം എല്ലാവരും ഞാൻ പറഞ്ഞു നോക്കും 6 വരും. സർപ്രൈസ് തരാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചു. അല്ല നേരത്തെ കൊണ്ടുവന്നപ്പോ മമ്മി പറഞ്ഞേ സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന്. കാരണം ഇത്രയും തലകന്തായിരുന്നു നടന്നത്, ഇത്രയും തല പോകും. ഒരു കാര്യം കേൾക്കണം, 1 മുതൽ 13 വരെയുള്ള എല്ലാ ഡമ്മീസും ഇവിടെ ഉണ്ട്, എന്റെ നമ്പർ മാത്രം ഇല്ല. അത് ഓർത്ത് വെച്ചെന്നുള്ള അതെ 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 അതെ. അല്ല എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മമ്മി ഞാൻ 6 എന്നുള്ള തലയാണ് പഠിച്ചത്, കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തല എന്ന് പറയുള്ളൂ. അപ്പൊ അത് കാണിച്ചു തരാന്ന് പറഞ്ഞു. എവിടെ നോക്കിയിട്ടും കാണാനില്ല. അപ്പൊ ആൾക്ക് വിഷമമായി, മുഖം മാറാൻ തുടങ്ങി. അതുണ്ടായത്. ഞാൻ ഏത് ഡമ്മി കളഞ്ഞാലും 6 ഇവിടെ എപ്പോഴാ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല എപ്പോഴാ ആള് വരികയെന്ന് പറയുമ്പോ ചിലപ്പോ എതിരി പോയ തല നോക്കാൻ വേണ്ടി വരും. ഇവിടെ നിന്ന് ചിരിക്കട്ടോ. ഹലോ, ഇവിടെ നിന്ന് ചിരിക്കട്ടോ. ഇന്ന് ഭയങ്കര ഹാപ്പി. മേക്കപ്പ് ഞാൻ അവിടെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് കുറച്ച് ചേച്ചിമാരൊക്കെ ആയിട്ട് കമ്പനി ആയിരുന്നു, കുറച്ച് ചേച്ചിമാരൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താണെന്ന് നോക്കി നോക്കാം. അവരെന്താ ചെയ്യണം കോളേജ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഈ 2 കോഴ്സ് വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ മേക്കപ്പ് മാത്രമാണ് ചൂസ് ചെയ്തത്. നമുക്ക് അത്ര ടൈം ഉണ്ടായിരുന്നു. 15 ദിവസം വരേണ്ടി വരും. ഒരു 15 ദിവസം നടക്കില്ല. ഇല്ല, ഇത് 30 ഡേയ്സ് ഒക്കെ ഉണ്ട്. ഇതിൽ കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനുണ്ട്. ഹെയർ കളറിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 2 കോഴ്സും ഒരുമിച്ച് എടുത്തവരാണ് ഇതിൽ കൂടുതൽ ആൾക്കാരും. സോ നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾറെഡി ഹെയർ കളറിങ്ങിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്. റെഡ് ആണോ അടിക്കുന്നേ? വയലറ്റ് റെഡ്. ഓക്കെ, അപ്പോ ഇത് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താണ് ഹെയർ കളറിന്റെ. ഓക്കെ, കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത്ര ഡൗട്ട്ഫുൾ വരുന്നത്. കാരണം 1 month കൊണ്ടത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ തിങ്ക് ചെയ്യില്ല. അങ്ങനെ തന്നെയാണ് ഞാനും വന്നത്. പക്ഷെ സ്കിൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് ഹെയറിലോട്ട് വന്നപ്പോഴും നമുക്ക് പെട്ടെന്ന് എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാപ്പിയാണ്. എന്തൊക്കെ പഠിച്ചു ഇത്ര ദിവസം കൊണ്ട്? നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മള് സ്കിന്നിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നുണ്ട്. മാനിക്യൂർ, പെഡിക്യൂർ, പിന്നെ ഫേഷ്യൽ വരുന്നുണ്ട്, ഹൈഡ്രാ ഫേഷ്യൽ, എല്ലാം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും. എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. ഇവിടെ മെയിൻ ആള് ഇയാളാണെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയുണ്ട്? എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര ദിവസത്തെ ക്ലാസ്? എന്തൊക്കെയാ? അതെയോ? ഇപ്പൊ ഹെയർ കളറിങ്ങിന് ഇരുന്ന ആളുടെ ഒരു ആഗ്രഹമാണെന്നാണ് അത് പറഞ്ഞത്. എന്തായാലും ഇതിലൂടെ ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പി ആയോ? ഹാപ്പി ആയോ? അതെയോ? അടിപൊളി അടിപൊളി. അപ്പൊ അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ ആയോ? ക്ലാസ്സിന് വന്നത് അപ്പോഴത്തേക്കും ഇങ്ങനെ കളർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഹോസ്റ്റലിലെ ടീച്ചർക്ക് ഹെയർ കട്ട് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടായോ? മസാജ് ഒക്കെ എല്ലാവർക്കും അടിപൊളിയാണെന്ന് അറിഞ്ഞോ? ഒരുപാട് പേര് വന്നിട്ട് ചെയ്തുതരോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ കയ്യെഴുപ്പാൻ പറ്റില്ല, വേറെ ചെയ്യാൻ വേണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആള് ബിസിയായി. ഹാപ്പിയാണ് ക്ലാസ്സിലൊക്കെ. ഇപ്പൊ 30 ഡേയ്സിൽ ഇതൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നോ? എനിക്ക് കൂടുതൽ തിയറിക്കാളും പ്രാക്ടിക്കലാ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലായത്. അതെ അല്ലേ? നമ്മൾ ചെയ്യുമ്പോ എത്രയും നമുക്കൊരു കോൺഫിഡൻസ് വരും. ഇത് 1 month കോഴ്സാണ് വരുന്നത്. അതിന് 15 ഡേയ്സിന്റെ സ്കിന്നും 15 ഡേയ്സിന്റെ ഹെയറും ആണ് വരുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റത്തെ 2 ഡേയ്സ് തിയറി ക്ലാസ് ആണ്. പിന്നീട് മാനിക്യോ, പെഡിക്യോ, വാക്സ്, ഡീറ്റാൻ, ബ്ലീച്ച്, ഫേഷ്യൽ ആൻഡ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞിട്ട് ത്രെഡിങ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് ഓരോ ദിവസവും കവർ ചെയ്ത് നമ്മൾ പോകും. പിന്നീട് ഹെയറിൻ്റെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും 2 ഡേയ്സ് തിയറി ക്ലാസ് ഉണ്ട്. പിന്നെ ഷാംപൂ വാഷ്, ഹെയർ കട്ട്, പിന്നെ സ്മൂത്തനിങ്, കെരാറ്റിൻ, കളറിങ്, ഓൾമോസ്റ്റ് എല്ലാ ഹെയറിന്റെ സർവീസും നമുക്കുണ്ട്. ഹോട്ട് ഓയിൽ, സ്പാ എല്ലാം ഉണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു സലൂണിൽ വർക്ക് ചെയ്യാൻ പോലെ എല്ലാ സർവീസസും നമ്മൾ പഠിപ്പിക്കും.
നമ്മൾ പുതിയ സിലബസ് ആണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. പിന്നെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 15 ഡേയ്സ് കഴിഞ്ഞു, സ്കിന്ന് കഴിഞ്ഞു, ഇപ്പോൾ 15 ഡേയ്സിന്റെ ബാക്കി ഹെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവര് തന്നെ അത് പറയും. അതെ അതെ. പക്ഷെ ആ ഒരു സ്റ്റുഡൻസിനെ കണ്ടാൽ തന്നെ അറിയാം, ഒരു ഹാപ്പി ആണ്. ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വരണോ പഠിക്കാൻ? സ്വൈരം തരണ്ട, ആ വീഡിയോ എടുക്കുമ്പോണ്ട് ആരും കാണാതെ എവിടെയെങ്കിലും ഇരിക്കാന്ന് പറഞ്ഞു. നിപ്സ് ബൈ ഷഹാന മേക്കപ്പ് അക്കാഡമിയുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യരുത്. ഉണ്ണി വീണ്ടും ഇവിടെ പഠിക്കണമെന്നാ പറയണത്. ഞാൻ വീട്ടിലേക്ക് പോവാണ്. വരുന്ന ദിവസം വരണ്ട, അവിടെ നിന്നോ, ഇവരൊക്കെ ഉണ്ട്. ഇത്ര ആ കൂട്ടുകാരികളോട് ഇരുന്നോ, ഞാൻ പൊക്കോളാട്ടോ. സത്യം. അപ്പൊ എല്ലാവർക്കും ബൈ. അടിപൊളി. കുറേ ദിവസത്തിന് ശേഷം വന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയായി. ഞങ്ങൾക്ക് വീണ്ടും വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബന്ധം പുതുക്കിയിട്ട് പോകാൻ. ഫാമിലിയാണ് അല്ലേ? അതെ, നമ്മള് ഫാമിലിയാണ്. സന്തോഷത്തോടു കൂടി യാത്രയാക്കുവാണ്. ഓക്കെ, ബൈ. ബൈ ഫ്രം